أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന നല്ല മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, ആഴ്ചയിൽ അതിന് ഒരു നിശ്ചിത സമയം മാറ്റിവെക്കുന്ന ഒരു നല്ല സദസ്സിലാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ ഈ ഒരു താല്പര്യവും ഈ ഒരു പഠിക്കാനുള്ള നമ്മുടെ സന്മനസ്സുമെല്ലാം മരിക്കുന്നത് വരെയും നമുക്ക് നിലനിർത്തി നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും പരിശുദ്ധ ഖുർആനിന്റെ ചില വചനങ്ങൾ, അതിന്റെ അർത്ഥവും അതിന്റെ ആശയവും പഠിച്ചു പോകുന്ന രീതിയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഹിക്കമിക്ക് അദ്ദേഹത്തിന്റെ കുടുംബം ഇന്നലെ രാത്രി ഒരൽപ്പം വൈകിയാണ് എത്തിയത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രയാസങ്ങൾ കാരണമാണ് ഇങ്ങനെ ഒരു പൊതു ക്ലാസ്സായി ഇൻഷാ അല്ലാഹ് എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ വലിയ അനുഗ്രഹം ലഭിച്ച ആളുകളാണ്. നമ്മുടെ നാടും നമ്മുടെ വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹലാലായ രൂപത്തിൽ നമ്മുടെ സമ്പാദ്യത്തെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ഈ ഒരു അന്യനാട്ടിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോഴും അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിക്കാൻ പറ്റുന്ന ഒരു കൂട്ടത്തിന്റെയും ഒരു സംഘത്തിന്റെയും കൂടെ അള്ളാഹു നമ്മളെയും ചേർത്ത് വെച്ചു എന്നത് അള്ളാഹു നമ്മളോട് കാണിച്ച വലിയ ഒരു നിഅമത്താണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുകയും അതിന് നമ്മൾ ശുക്ർ കാണിക്കുകയും വേണം. ഈ ഒരു കൂട്ടായ്മയുടെ കൂടെ അല്ലെങ്കിൽ ഈ ഒരു സംഘത്തിന്റെ കൂടെ നമ്മൾ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ ജീവിതം ഈ ആരുമില്ലാത്ത അല്ലെങ്കിൽ ആരും അറിയാത്ത നമ്മുടെ വ്യക്തിത്വത്തെയോ നമ്മുടെ കുടുംബത്തെയോ ഒന്നും പരിചയമില്ലാത്ത ഈ നാട്ടിലും നമുക്ക് പല രൂപത്തിലും ജീവിക്കാമായിരുന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് ചേർത്ത് വെച്ചു എന്നത് റബ്ബ് നമ്മളെ കൊണ്ട് എന്തോ ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിന്റെ വലിയ അടയാളമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, ഇദാ അറാദല്ലാഹു ബിഹി അബ്ദൻ ഖൈറ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു ഖൈർ ഉദ്ദേശിച്ചാൽ യുഫഖിഹുഹു ഫിദ്ദീൻ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സമ്പത്ത് നൽകും, അല്ലെങ്കിൽ ഒരുപാട് വലിയ സൗകര്യങ്ങൾ നൽകും, നല്ലൊരു ജോലി നൽകും എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറിച്ച് യുഫഖിഹുഹു ഫിദ്ദീൻ, അവന് ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുമെന്ന്. ആരുടെയെങ്കിലും ജീവിതത്തിൽ അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ, നന്മ ഉദ്ദേശിച്ചാൽ അവൻ അല്ലാഹു ദീനിൽ അവഗാഹം നൽകും, ദീനിൽ അവന് അറിവ് നൽകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു എന്തോ ഒരു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാഹു ഉന്നതമായ സ്വർഗം ലഭിക്കാൻ കാരണക്കാരാകുന്ന ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു നമ്മെ തീരുമാനിച്ചത് കൊണ്ടായിരിക്കാം ഇത്തരം ഒരു നന്മയുടെ കൂടെ ഈ അന്യനാട്ടിലാകുമ്പോഴും നമ്മൾ ചേർന്ന് നിൽക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുകയും ഇതിൽ അടിയുറച്ചു നിൽക്കാൻ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നാണ് ആമുഖമായി
എനിക്ക് ഓർമ്മപ്പെടുത്താറുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും ആ ഒരു കാര്യം നമ്മൾ തുടങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ നമ്മളോടും അതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ള ആളുകളോടുമൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മൾ ഇവിടെ വന്നൊരു ബിസിനസ് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പരിചയമുള്ള ആളുകളോട് അന്വേഷിച്ചിട്ടാണ് അതിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുക. നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ ആ വീടിനെ കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമായ സാധനങ്ങളെ കുറിച്ചുമൊക്കെ അറിവുള്ള ആളുകളോട് ചോദിച്ചിട്ടാണ് നമ്മൾ അത്തരമൊരു സംവിധാനത്തിന് തുടക്കം കുറിക്കുക. ഒന്നും അറിയാതെ ഒരു പരിചയവുമില്ലാത്ത ഒരു സംവിധാനം ഒറ്റയ്ക്ക് നമ്മുടെ തീരുമാനം കൊണ്ട് ഒരിക്കലും നമ്മൾ ആരംഭിക്കാറില്ല. ഒരു ചികിത്സയുടെ കാര്യമാണെങ്കിൽ അത് മുമ്പ് അവിടെ പോയി പരിചയമുള്ള ആ ഡോക്ടറെ കൂടുതൽ അറിയുന്ന അയാളുടെ ചികിത്സയെ കുറിച്ച് മനസ്സിലാക്കിയ ആളുകളോട് നമ്മൾ ചോദിക്കും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്. അറിയാത്തത് നമ്മൾ ചോദിക്കാറുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, എന്നിട്ടാണ് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാറുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ചോദിക്കുന്നതും അറിയുന്നതുമായ കാര്യങ്ങൾ ആലോചിച്ച് നോക്ക്. അത് കേവലം ഒരു 60 70 വർഷത്തേക്കുള്ളത് മാത്രമാണ് എന്ന തിരിച്ചറിവ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട്. നമ്മളൊരു വീട് വെക്കുമ്പോൾ ശാശ്വതമായി ജീവിക്കാനുള്ള ഒരു വീടല്ല നമ്മൾ നിർമ്മിക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ എന്നിട്ടും അതിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ള ആളുകളോട് അന്വേഷിച്ചിട്ടേ നമ്മൾ അതിലേക്ക് പ്രവേശിക്കാറുള്ളൂ. എന്നാൽ ശാശ്വതമായി നമ്മൾ ജീവിക്കുന്ന, ഒരിക്കലും മരണമില്ലാത്ത ഒരു പരലോകത്തെ ജീവിതത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദുനിയാവിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് പോലെ പരലോകത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ നമുക്ക് എത്രത്തോളം താല്പര്യമുണ്ട് എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം. ഞാൻ സൂചിപ്പിക്കുന്നത്, ദുനിയാവിൽ 60 70 കൊല്ലമാണ് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിന്റെ ഒരു ശരാശരി പ്രായമെന്ന് പറയുന്നത് 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷെ 60 70 വരുന്ന വർഷത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന എന്തൊരു കാര്യത്തിന് വേണ്ടിയാണെങ്കിലും നമ്മൾ ഒരുപാട് അന്വേഷണങ്ങൾ നടത്താറുണ്ട്. എന്നാൽ പരലോകത്തെ ജീവിതത്തിന് വേണ്ടി, മരണമില്ലാത്ത ആ ലോകത്തേക്ക് വേണ്ടി നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങളും നമ്മൾ ചോദിച്ചറിയുന്ന കാര്യങ്ങളുമൊക്കെ എത്രത്തോളം കുറവാണ് എന്നത് പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തിനാണ് നമ്മൾ ചോദിക്കുന്നത്? ദുനിയാവിന്റെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നതിന് അതിലൊരു നഷ്ടം നമുക്കുണ്ടാകരുത്. അതിൽ നമുക്ക് ഒരിക്കലും പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് അറിവുള്ള ആളുകളോട് നമ്മൾ ചോദിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരലോകത്തും നമുക്ക് നഷ്ടം സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അതിൽ ഒരു 2-3 കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ വിശ്വാസം ക്ലിയർ ആണോ എന്നത് നമ്മൾ ഒന്നാമതായി പരിശോധിക്കണം. അല്ലെ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ. നിങ്ങളിൽ ഒരാളും തന്നെ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകുന്നത് വരെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന്. അപ്പൊ സ്വർഗത്തിൽ ഒരാൾക്ക് എത്തണമെങ്കിൽ ആദ്യമായി അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അയാളുടെ വിശ്വാസം പരിശുദ്ധമായിരിക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മളൊക്കെ ജീവിതത്തിൽ ഈ ഹിദായത്ത് എന്ന് പറയുന്ന മഹത്തായ വഴിയിലേക്ക് അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തവരാണ്. പക്ഷെ പലപ്പോഴും ഈ ഒരു വഴിയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോഴും നമ്മുടെ വിശ്വാസത്തിലേക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയ, അവൻ ലോകത്ത് ഏറ്റവും വലിയ അക്രമമെന്ന് പഠിപ്പിച്ച ശിർക്കിന്റെ വഴികളോ ശിർക്കോ കടന്നു വരുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ പരിശോധിക്കണം. കാരണം പരിശുദ്ധ ഖുർആനിൽ ഒരു വിഭാഗത്തെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അവരിൽ അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല. ഇല്ലാ വഹും മുശ്രികൂൻ, അവർ അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടല്ലാതെ. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന കുറെ ആളുകൾ ലോകത്തുണ്ട്. പക്ഷെ ആ വിശ്വസിക്കുന്നവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അവർ മുശ്രിക്കീങ്ങളായിക്കൊണ്ടാണ്.
ശിർക്ക് ചെയ്യുന്നവരായിക്കൊണ്ടാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിന്റെ 106-ാമത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസിയായതുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടുകയില്ല. അതിന് നമ്മൾ എന്ത് വേണമെന്ന് ചോദിച്ചാൽ നമ്മുടെ വിശ്വാസം പരിപൂർണമായും അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എത്തിപ്പെടുന്ന വിശ്വാസമാകണം, അല്ലെ? നമ്മുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അള്ളാഹു പറഞ്ഞ ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് എന്ന് പറയുന്ന ആ ഒരു വലിയ തിന്മയാണ്. കൊലപാതകത്തെക്കാൾ, വ്യഭിചാരത്തെക്കാൾ, പലിശയേക്കാൾ, മോഷണത്തെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഏറ്റവും വലിയ അക്രമമായി പഠിപ്പിച്ചത് അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ആ ഒരു തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും മാറി നിൽക്കാനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. പക്ഷെ അതോടൊപ്പം അതിലേക്ക് എത്തിപ്പെടുന്ന ചില ഗൗരവമായ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ പരിചയത്തിലോ ഉള്ള ആളുകൾ അത്തരം മാർഗങ്ങളിൽ ഉണ്ട് എങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ തിന്മയിൽ നിന്ന് അവരെ തടയുക എന്നതാണ്. അവർക്ക് നന്മയുടെ വഴി പറഞ്ഞു കൊടുക്കുക. നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു, അതുകൊണ്ട് നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മളങ്ങ് സ്വർഗത്തിൽ പോകാം എന്നതല്ല അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. മറിച്ച് അറിഞ്ഞ സത്യം അത് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാകുക എന്നതാണ്. അതോടൊപ്പം നമ്മുടെ വിശ്വാസത്തിലേക്ക് ആ ശിർക്ക് വരുന്നില്ല എന്നതിനെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണുക എന്നാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ അബൂബക്കർ, അബൂബക്കറെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കറുത്ത പാറയിലൂടെ ഒരു കട്ടുറും വലിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായി ശിർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. എന്റെ ജീവിതത്തിലൊന്നും ഇനി ശിർക്ക് സംഭവിക്കില്ല, ഞാനൊന്നും അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു താടുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ അങ്ങനെ ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കാൻ ജീവിതത്തിൽ തയ്യാറാകരുത്. മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്കും ശിർക്ക് കടന്നു വരാം. അതൊരു പക്ഷേ അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു വലിയ ശിർക്ക് മാത്രമല്ല, ആ ശിർക്കിലേക്ക് നമ്മളെ എത്തിക്കുന്ന ചെറിയ ചെറിയ ചില കാര്യങ്ങളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, അല്ലെ? എന്താ ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒന്ന് അത് റിയാ ആണ്, ലോകമാന്യത, ആളുകളെ കാണിക്കാൻ വേണ്ടി ജീവിതത്തിൽ അമലുകൾ പ്രവർത്തിക്കുക. നമ്മുടെ നമസ്കാരമാണെങ്കിലും, നമ്മൾ നിർവഹിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാണെങ്കിലും, അതുപോലെ തന്നെ നമ്മൾ ഈ വന്നിരിക്കുന്ന ദീനിന്റെ സദസ്സുകളിലുള്ള പങ്കാളിത്തമാണെങ്കിലും, അതൊക്കെ ചില ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായാൽ അത് ജീവിതത്തിൽ ചെറിയ ശിർക്കാണ്. അത് നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ശിക്ഷിക്കാൻ കാരണമാകുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുക. അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ശിർക്കിലേക്ക് എത്തിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ നമ്മൾ സത്യം ചെയ്യലാണ്, അല്ലെ? മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു അല്ലാത്തവരുടെ പേര് കൊണ്ട് ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ അല്ലാഹുവിൽ പങ്കുവച്ചിരിക്കുന്നു. എന്റെ ഉമ്മയാണ് സത്യം, എന്റെ വാപ്പയാണ് സത്യം, കഅബാലയം തന്നെയാണ് സത്യം എന്നൊക്കെ പലപ്പോഴും പല ആളുകളും അവരുടെ സംസാരങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോകാറുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പാടില്ല. അല്ലാഹുവാണ് സത്യമെന്നല്ലാതെ, വല്ലാഹി എന്നല്ലാതെ ജീവിതത്തിൽ ഒരു വസ്തുവിനെ കൊണ്ടും ഒരു സൃഷ്ടിയെ കൊണ്ടും സത്യം ചെയ്യരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അപ്പൊ അത് ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. അതുപോലെ തന്നെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക. ആരെങ്കിലും ഒരു ഏലസ് കെട്ടിയാൽ, ആരെങ്കിലും ഒരു ഐക്കല്ല് കെട്ടിയാൽ, ആരെങ്കിലും ഒരു കറുത്ത ചരടവന്റെ ശരീരത്തിൽ ബന്ധിച്ചാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനാണ്, അവൻ അല്ലാഹുവിൽ പങ്കു ചേർത്തവനാണ്, അല്ലെ? ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു സംഗതിയാണ്, ചെറിയ കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ അരയിലൊരു കറുത്ത ചരടുണ്ടാകും, കയ്യിലൊരു കറുത്ത ചരടുണ്ടാകും. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പ്രായമായ വല്യമ്മമാർ അതിന് പലപ്പോഴും മറുപടി പറയാറുള്ളത് അത് കുട്ടിക്ക് കണ്ണ് തട്ടാതിരിക്കാൻ, അല്ലെ? അല്ലെങ്കിൽ കുട്ടിക്ക് രോഗങ്ങളില്ലാതിരിക്കാൻ. ആരാ കെട്ടിയത്? അത് കെട്ടിയത് തൊട്ടപ്പുറത്തൊരു തങ്ങളാണ്, അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഒരു ബീവിയാണ്.
ഇങ്ങനെ പല ആളുകളുടെയും അടുക്കൽ പോയി അത്തരത്തിലുള്ള മന്ത്രിച്ചൂതിയ ചരടും ഏലസും ഒക്കെ കെട്ടുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അറിവില്ലാത്തത് കൊണ്ടാകാം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, അങ്ങനെ ആരെങ്കിലും കെട്ടിയാൽ പക്കത്ത് അശ്റക, അവൻ ശിർക്ക് വെച്ചവനാണ്. അവന്റെ കർമ്മങ്ങൾ ജീവിതത്തിൽ പരലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളിലാണ് അവൻ ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നിസ്സാരമെന്ന് നമ്മൾക്ക് തോന്നുമെങ്കിലും നാളെ പരലോകത്ത് അതിന് വലിയ ഗൗരവമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പിന്നെ പലപ്പോഴും ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പഴിക്കുന്ന ആളുകൾ, അല്ലെ, എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടും പരീക്ഷണങ്ങളും വരുമ്പോ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അവനെ ജീവിതത്തിൽ പലപ്പോഴും ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഖദറിലുള്ള വിശ്വാസമില്ലാത്തതിന്റെ ഒരു ഭാഗമാണത്. അള്ളാഹു നൽകിയ പരീക്ഷണങ്ങൾ, അല്ലെ, വമാ ഖദറുല്ലാഹി ഹഖ്ഖ ഖദ്രിഹി, അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ ഒരു വിശ്വാസി കണക്കാക്കണം. അങ്ങനെ കണക്കാക്കാത്ത ആളുകൾക്കാണ് ജീവിതത്തിൽ പലപ്പോഴും ശിർക്കിന്റെ മാർഗങ്ങളിലേക്കും ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലുമൊക്കെ പല ആളുകളും കടന്നു പോകാറുള്ളത്. ജീവിതത്തിലെല്ലാം തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. ആ ഒരു ബോധം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പലപ്പോഴും അയാൾ ജീവിതത്തിൽ അള്ളാഹു അല്ലാത്തവരുടെ മാർഗങ്ങളിലേക്ക് കടന്നു പോകും. നമുക്ക് കടമുണ്ടായത് അത് അള്ളാഹ് തീരുമാനിച്ചതാണ്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു രോഗമുണ്ടായത് അത് അള്ളാഹ് തീരുമാനിച്ചതാണ്. നമ്മുടെ ജോലി നമുക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് റബ്ബിന്റെ തീരുമാനമാണ്. ആ തീരുമാനം ഒരിക്കലും നമ്മെ പരീക്ഷണം അല്ലെങ്കിൽ നമ്മളെ പ്രയാസപ്പെടുത്താനോ നമ്മെ ശിക്ഷിക്കുവാനോ വേണ്ടി അള്ളാഹു തീരുമാനിച്ചതല്ല. ആ ഒരു സമയത്ത് അള്ളാഹു നടപ്പിലാക്കിയതല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ച കാര്യങ്ങളാണ്. അല്ലെ, പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കതബല്ലാഹുൽ മഖാദിറൽ ഖലായിഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ എല്ലാ ഖദറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവരെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് എന്നല്ല, മറിച്ച് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് അള്ളാഹു എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് അതിന്റെ സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിച്ചാലും, നന്മയാകട്ടെ തിന്മയാകട്ടെ, അതിന്റെ പിന്നിലുള്ള തീരുമാനം അത് റബ്ബിൻ്റെതാണ് എന്ന ഉത്തമമായ ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടാത്ത വഴികളിലേക്കും മാർഗങ്ങളിലേക്കും സഞ്ചരിക്കുകയില്ല. ആ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് നാവിലുണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. നാവിലുണ്ടായിട്ടും പലപ്പോഴും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മാർഗങ്ങളിലേക്ക് പോകുന്നവരെ നമുക്ക് കാണാൻ പറ്റും. അല്ലെ, നമ്മളൊക്കെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ 5 വക്ത നമസ്കാരങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ പറയുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലേ, അല്ലാഹുവേ, നീ നൽകിയത് തടയാൻ ലോകത്തൊരാൾക്കും കഴിയില്ല, നീ തടഞ്ഞത് നൽകാനും ലോകത്തൊരാൾക്കും സാധ്യമല്ല. സമ്പത്തുള്ളവന്റെ സമ്പത്ത് നിന്റെ അടുക്കൽ ഉപകാരപ്പെടുകയുമില്ല എന്നാണ് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നത്. അത് ജീവിതത്തിൽ മനസ്സുകൊണ്ട് പറഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജീവിതത്തിൽ ഒരു പരീക്ഷണം വന്നാൽ പിന്നെ എങ്ങനെയാണ് അയാൾക്ക് അള്ളാഹു അല്ലാത്ത ഒരു മാർഗത്തെ അവലംബിക്കാൻ കഴിയുക? അതാ പറഞ്ഞത്, പലപ്പോഴും നാവ് കൊണ്ട് മാത്രമാണ് അള്ളാഹുവിനെ ഓർക്കുന്നത്. ജീവിതം കൊണ്ട് നമ്മൾ പറയുന്ന കാര്യം എന്താണ്? അല്ലാഹുവേ, നീ തടഞ്ഞത് നൽകാൻ ലോകത്തൊരാൾക്കും തന്നെ സാധ്യമല്ല എന്ന് പറയുമ്പോ അള്ളാഹ് തടഞ്ഞ ഒരു സമ്പത്ത് അത് നമ്മൾ മറ്റു പല ആളുകളിലേക്കും കടന്നു ചെന്ന്, പല ആൾ ദൈവങ്ങളുടെ അടുക്കിലേക്കും ചെന്ന്, പല മഹാന്മാരുടെ അടുക്കിലേക്കും ചെന്ന്, എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണേ എന്ന് പറഞ്ഞ് വല്ല ഖബറിന്റെയും മക്ബറയുടെയും ഒക്കെ മുമ്പിൽ പോയി നമ്മൾ കരഞ്ഞത് കൊണ്ട് എന്ത് കാര്യമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ അള്ളാഹ് തടഞ്ഞത് ലോകത്തൊരാൾക്കും തരാൻ കഴിയില്ല. അള്ളാഹ് നൽകിയതാണോ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്ക് റബ്ബ് ഒരു രോഗം തീരുമാനിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ
അത് അല്ലാഹു അല്ലാതെ മറ്റൊരാൾക്കും സുഖപ്പെടുത്താൻ കഴിയില്ല എന്ന വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ആ രോഗത്തിന്റെ പേരിൽ ആത്മീയമായ മറ്റു പല തട്ടിപ്പുകളിലേക്കും ചികിത്സകളിലേക്കും കടന്നു പോകുക? ഇത് ജീവിതത്തിൽ പല ആളുകൾക്കും ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് പലപ്പോഴും അല്ലാഹു അല്ലാത്ത പല മാർഗങ്ങളെയും ജീവിതത്തിൽ അവർ അവലംബിക്കുന്നത്. അതാണ് അല്ലാഹു പറഞ്ഞത്, മുശ്രിക്കീങ്ങളായിക്കൊണ്ടാണ് പലപ്പോഴും പല ആളുകളും അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിശ്വാസം കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞത്, നമ്മൾ പല കാര്യങ്ങളും നമ്മളോട് ചോദിച്ചും മറ്റുള്ളവരോട് ചോദിച്ചുമൊക്കെ പഠിക്കുന്നവരാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇതുപോലെ എൻ്റെ വിശ്വാസത്തിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ കുടുംബത്തിന്റെ വിശ്വാസത്തിൽ വല്ല പ്രശ്നവും ഉണ്ടോ? നമ്മുടെ മക്കളുടെയും ഭാര്യയുടെയും ജീവിതത്തിൽ വല്ല പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഇത്തരത്തിൽ കടന്നു വരുമ്പോ മറ്റൊരു മാർഗത്തിലേക്ക്, അല്ലാഹു അല്ലാത്ത ഒരു വഴിയിലേക്ക് നമ്മൾ തിരിയുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിൽ എന്തോ അപകടമുണ്ട്. ആ വിശ്വാസം കൊണ്ട് നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് സ്വർഗം ലഭിക്കണമെങ്കിൽ ഒന്നാമതായി നമ്മൾ ക്ലിയർ ആക്കേണ്ടത് നമ്മുടെ വിശ്വാസം. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരിശോധിക്കണം. നമ്മളൊന്നും ഇനി തെറ്റിപ്പോകൂല, നമ്മളൊന്നും ഇനി ശിർക്കിലേക്ക് പോകുകയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്കൊരാൾക്കും സാധ്യമല്ല. കാരണം ഖിയാമത്ത് നാൾ വരെയും പിശാച് നമ്മളെ വഴി തെറ്റിക്കാൻ വേണ്ടി ഈ ലോകത്ത് അല്ലാഹു അവന് ആയുസ് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നത് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അവന്റെ മാർഗത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ നമ്മൾ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കുക. അല്ലാഹുവിനോട് നമ്മൾ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരുടെയൊക്കെ പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇബ്രാഹിം നബിയുടെ ഒക്കെ പ്രാർത്ഥന കാണാം. അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും ബിംബാരാധകരിൽ നിന്ന്, വഹിദൈവാരാധകരിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുക. എന്നെയും എൻ്റെ മക്കളെയും നീ ബിംബാരാധകരാക്കി മാറ്റരുത് എന്ന് ഇബ്രാഹിം നബി റബ്ബിനോട് തേടുക. ആ തൗഹീദിന് വേണ്ടി ലോകത്ത് ഇങ്ങനെ പോരാടിയ ഒരു പ്രവാചകൻ മറ്റാരാണ്? പക്ഷെ അവർക്ക് പോലും ജീവിതത്തിൽ അവരുടെ തൗഹീദിന്റെ കാര്യത്തിൽ അവർക്ക് പലപ്പോഴും ജീവിതത്തിൽ സമാധാനിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളും നമ്മുടെ വിശ്വാസത്തെ എല്ലാ സമയത്തും മാറ്റുരച്ച് നോക്കണമെന്നാണ് ഈ ഒരു ആയത്തുകളും അധ്യാപനങ്ങളും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. എങ്കിലേ സ്വർഗത്തിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കാൻ കഴിയും. കാരണം വിശ്വാസമാണല്ലോ പ്രധാനം, അതാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ. അതില്ലെങ്കിൽ പിന്നീട് നമ്മൾ എന്ത് കാര്യങ്ങൾ ജീവിതത്തിൽ കെട്ടിപ്പടുത്താലും ആ തറയില്ലെങ്കിൽ അതിന്റെ മുകളിലുള്ളതെല്ലാം നഷ്ടമാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് വിശ്വാസം ക്ലിയർ ആണോ എന്ന് നമ്മൾ പരിശോധിക്കണം. പലപ്പോഴും ഇത് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, അല്ലെ, പല സംഘടനകളും പല ആളുകളും പല കൂട്ടായ്മകളും ഒക്കെ ഇന്ന് ലോകത്തുണ്ടല്ലോ. എല്ലാവരും പറയുന്നത് ഖുർആനാണ്, എല്ലാവരും പറയുന്നത് ഹദീസാണ്. പിന്നെ നമ്മളും അവരും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം എന്ന് ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും ചിന്തിക്കും. അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിക്കേണ്ടത് അല്ലാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ച മാർഗം, അതിലെന്തൊന്നാണോ നന്മയായി നമ്മൾ കണ്ടത് അതിനെ മാത്രമേ നമ്മൾ സ്വീകരിക്കേണ്ടതുള്ളൂ. ഇസ്ലാമിന്റെ പ്രത്യേകത, പൗരോഹിത്യത്തിന് ഇസ്ലാമിൽ വലിയ സ്ഥാനമില്ല, അല്ലെ? ഒരു പണ്ഡിതന് ഇസ്ലാമിൽ മതപരമായ മേഖലകളെ അന്ധമായി അംഗീകരിക്കുന്നിടത്ത് ഒരു സ്ഥാനം ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് അവിടെ, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്ത് എന്ത് പറഞ്ഞോ അത് നോക്കിയാ മതി. ഇന്ന പണ്ഡിതൻ എന്ത് പറഞ്ഞോ അത് സ്വീകരിക്കണമെന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അയാൾ പറയുന്നതും അയാൾ ജീവിതത്തിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതാണോ എങ്കിലേ അത് സ്വീകരിക്കേണ്ട ബാധ്യത നമുക്കുള്ളൂ. അതല്ലാത്ത ലോകത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഖുർആനിനും സുന്നത്തിനും എതിരാണെങ്കിൽ, അത് പ്രവാചകന്റെ സ്വഭാവത്തിന് പരിചയമില്ലാത്തതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് സ്വീകരിക്കേണ്ടതില്ല എന്ന് നാം തിരിച്ചറിയുക. അപ്പൊ ഇവിടെ നമ്മൾ ഏതൊന്നാണോ ഹക്ക് എന്ന് മനസ്സിലാക്കേണ്ടതിന്റെ മാനദണ്ഡം എന്താന്ന് ചോദിച്ചാൽ, ഖുർആനും സുന്നത്തും അതിലെന്ത് പറഞ്ഞോ അതാണ് നമ്മുടെ നിലപാട്. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അതേതൊരു കൂട്ടായ്മയാണോ ഏതൊരു സംഘമാണോ ഉറച്ചു പറയുന്നത് അതിൽ ചേർന്ന് നിൽക്കുക എന്നത് മാത്രമാണ് സംഘടനക്കുള്ള പ്രസക്തി.
അപ്പൊ അത് ജീവിതത്തിൽ നമ്മൾ പഠിക്കുമ്പോഴാണ്, മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു വഴിയിലേക്ക് എത്തുക. അതല്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതൊക്കെ തന്നെ ദീനാണ് എന്ന് വിചാരിച്ച് അന്ധമായി ഒന്നിന്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ നമ്മൾ വഴിതെറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പഠിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം. അള്ളാഹുവും റസൂലും പറഞ്ഞത് അത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും സ്ഥിരപ്പെട്ടതാണോ എങ്കിൽ നമുക്കത് സ്വീകരിക്കാം. അത് ആര് പറഞ്ഞാലും സ്വീകരിക്കാം. എന്നാൽ അതിനെതിരായി ആരൊക്കെ പറയുന്നോ അത്തരം ആളുകൾ അവർ പിഴച്ചു പോയവരാണെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ അകലം പാലിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക എന്നതാണ്. അപ്പൊ വിശ്വാസം ക്ലിയറാക്കാൻ ഒന്ന് പ്രമാണങ്ങൾ നമ്മൾ പഠിക്കുക. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ ഒരു സംവിധാനത്തോടെ നടന്നു പോകുന്നു. UHLSC എന്ന് പറയുന്നത് ഖുർആൻ, ഹദീസ്, അതുപോലെ തന്നെ ലേണിംഗ് ക്ലാസ്സുകളാണ്. അത് കൃത്യമായി പഠിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നമ്മൾ മരിക്കുന്നത് വരെയും ആ ഒരു മാർഗത്തിൽ അത് തെറ്റിപ്പോകാത്ത കാലത്തോളം അതിന്റെ കൂടെ നമ്മൾ ഉണ്ടാകുക എന്നതാണ് നമുക്ക് നമ്മുടെ ഈമാനും നമ്മുടെ തെക്കുവയും സൂക്ഷിക്കാനുള്ള ഒന്നാമത്തെ മാർഗം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിക്കാം. രണ്ടാമത്തത് നമ്മളോട് ചോദിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കുന്ന ആരാധനകളിൽ നമുക്ക് ആസ്വാദനമുണ്ടോ എന്നതാണ്. അല്ലെ, നമ്മളൊക്കെ ഈദിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ നന്മകളായി നിർവഹിക്കുന്നവരാണ്. പക്ഷെ ആ നിർവഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടാണോ നിർവഹിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഇപ്പൊ നമ്മുടെ നമസ്കാരം നാളെ പരലോകത്ത് നമുക്കൊക്കെ റബ്ബിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കാനുള്ള ഏറ്റവും വലിയ ഇബാദത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ നമസ്കാരമാണ്. അല്ലെ, സ്വഹാബത്തിനൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത ഒരുപാട് ത്യാഗത്തിന്റെയും പീഡനത്തിന്റെയും കഥകൾ പറഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ സ്വർഗം ചോദിക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ നമുക്കെന്താ ഉള്ളത്? നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ 5 വക്ത് നിസ്കാരം. ആ നമസ്കാരം തന്നെ ജീവിതത്തിൽ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ആസ്വദിച്ചുകൊണ്ടാണോ നിർവഹിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ റസൂൽ ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടിയ ഒരു സമയം അത് നമസ്കാരത്തിന്റെ സമയമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറയാ, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഒന്ന് എൻ്റെ ഭാര്യമാരും, അതുപോലെ തന്നെ രണ്ടാമത്തേത് എൻ്റെ സുഗന്ധമുള്ള നല്ല മണമുള്ള അത്തറുകളുമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു റസൂലിന്റെ ഹദീസിൽ കാണാൻ പറ്റും, ആരെങ്കിലും ഒരു അത്തർ നിങ്ങൾക്ക് സമ്മാനം നൽകിയാൽ അത് നിങ്ങൾ വേണ്ടെന്ന് പറയരുത്, അത് സ്വീകരിക്കണം എന്നാണ്. പ്രവാചകൻ അത്രയും ഇഷ്ടമായിരുന്നു. രണ്ടാമത്തത് അതിന്റെ ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാത്ത്. ഇത് രണ്ടുമാണ്, എൻ്റെ ഭാര്യമാരും അത്തറുമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെങ്കിലും എൻ്റെ മനസ്സമാധാനം, എൻ്റെ കൺകുളിർമ എന്ന് പറയുന്നത് ഫിസ്സലാത്ത്, അതെന്റെ നമസ്കാരമാണ്. നമസ്കാരത്തിന്റെ സമയമായാൽ അള്ളാഹുവിന്റെ റസൂലിന് വല്ലാത്ത സമാധാനമാണ് എന്ന്. പ്രവാചകൻ അനുഭവിക്കുന്ന ടെൻഷനുകൾ, പ്രവാചകൻ ജീവിതത്തിൽ നേരിടുന്ന പ്രയാസങ്ങൾ, അതെല്ലാം ഇറക്കി വെക്കാൻ, തന്റെ റബ്ബിന്റെ മുമ്പിൽ അതെല്ലാം ഏറ്റുപറയാൻ അള്ളാഹുവിന്റെ റസൂല് കണ്ട ഒരു സമയമാണ് നമസ്കാരം. അതുകൊണ്ടാണല്ലോ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യാ ബിലാൽ അരിഹ്നാ ബിസ്സലാത്ത്. ബിലാലെ, നമസ്കാരം കൊണ്ട് നീ ഞങ്ങൾക്കൊന്ന് കൺകുളിർമതാണ്, നമസ്കാരം കൊണ്ട് നീ ഞങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കുക. ബാങ്കിന്റെ സമയമായാൽ അല്ലാഹു റസൂൽ ബിലാലിനോട് പറയുന്ന വാചകമാണ്. ഈ ഹദീസുകൾ മുമ്പിൽ വെച്ച് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ നമസ്കാരങ്ങൾ കൊണ്ട് നമുക്ക് ഇങ്ങനെ ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടുന്ന സാഹചര്യമുണ്ടോ എന്ന്. അല്ലെ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും റബ്ബിനോട് പറയാൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരങ്ങളിലൂടെ നമുക്കൊരു സന്തോഷം കണ്ടെത്താൻ. അതല്ല പലപ്പോഴും ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് ഒരു മടി കാണിക്കുന്ന, ഇനിയിപ്പോ ജമാഅത്തിന് പള്ളിയിൽ പോകണല്ലോ, അതൊരു പ്രയാസകരമായ സാഹചര്യമായി തോന്നുന്ന ഒരു സാഹചര്യമാണോ നമുക്കുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം. നിർവഹിക്കുന്ന ഇബാദത്തുകളൊക്കെ അത് ശ്രദ്ധയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, അതിന്റെ പൂർത്തീകരണത്തോടുകൂടി നിർവഹിക്കുമ്പോഴാണ് റബ്ബിന്റെ സ്വർഗ്ഗം നമുക്ക് ലഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ നമസ്കാരത്തിന്റെ ഒരു മേഖലയിൽ അയാൾക്ക് വന്ന അശ്രദ്ധ കൊണ്ട് ജീവിതത്തിൽ അയാൾ കൊണ്ട നഷ്ടത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇന്ന റജുല ലയുസല്ലി 60 സന. 60 വർഷം നമസ്കരിച്ച ഒരു നമസ്കാരക്കാരൻ വമാ തുഖ്ബലു ലഹു സ്വലാത്ത്, അയാളുടെ ഒരു നമസ്കാരവും നാളെ പരലോകത്ത്
അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന്. 60 വർഷം റബ്ബിന്റെ മുമ്പിൽ സുജൂദും റുക്കൂഉം ഒക്കെ ചെയ്ത് നമസ്കരിച്ച ഒരു മനുഷ്യൻ വരും, അയാളുടെ ഒരു നമസ്കാരവും അല്ലാഹു സ്വീകരിക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കാരണം പറഞ്ഞത് ലഅല്ലഹു യുതിമ്മു റുക്കൂഅ വലാ യുതിമ്മു സുജൂദ് വലഅല്ലഹു യുതിമ്മു സുജൂദ വലാ യുതിമ്മു റുക്കൂഅ. റുക്കൂകൾ പൂർത്തിയാകുന്ന പല നിസ്കാരങ്ങളുടെയും സുജൂദ് അയാളുടേത് പൂർത്തിയാകാറില്ല. സുജൂദ് പൂർണ്ണമായി നിർവഹിക്കുന്ന പല നിസ്കാരങ്ങളുടെയും റുക്കൂഅ അയാളുടേത് പൂർത്തിയാകാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞത് കോഴി കൊത്തുന്നത് പോലെ നമസ്കരിക്കുന്ന ചില ആളുകളുണ്ട് എന്നാണ്. സുജൂദും റുക്കൂഒക്കെ സുച്ചിട്ടതുപോലെ ജീവിതത്തിൽ നിർവഹിച്ച് അതിൽ ചൊല്ലേണ്ടത് 3 പ്രാവശ്യം ചൊല്ലിയിട്ടില്ലാത്ത, നമസ്കാരത്തിൽ കൈകെട്ടിയത് മുതൽ ജീവിതത്തിൽ ആ നമസ്കാരം സലാം വീട്ടുന്നത് വരെ അള്ളാഹുവിനെ കുറിച്ച് ഒരു ചിന്തയുമില്ലാത്ത, അങ്ങനെ കേവലം നമസ്കാരക്കാരായി കേവലം ആ ഒരു കർമ്മം ഇങ്ങനെ ജീവിതത്തിൽ നിർവഹിച്ചു പോകുന്ന ആളുകളായി മാറുന്നവർ, അയാളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 60 കൊല്ലം നിസ്കരിച്ചിട്ടും അയാളുടെ ഒരു നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ആ ഒരു അവസ്ഥയിലേക്ക് പരലോകത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ അല്ലേ, നമുക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ റബ്ബിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കാൻ നമ്മുടെയൊക്കെ കയ്യിൽ ആകുള്ളത് 5 വക്ത് നിസ്കാരം. ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടാൽ പിന്നീട് തിരിച്ച് ദുനിയാവിലൊന്ന് വന്ന് നമസ്കാരങ്ങളൊക്കെ ശരിയാക്കി മടങ്ങിപ്പോകാൻ ഒരവസരം റബ്ബ് തരൂലല്ലോ. അതുകൊണ്ട് കിട്ടിയ സമയം നമ്മുടെ ജീവിതത്തിൽ ആ ഇബാദത്തുകളെ അതിന്റെ പരിപൂർണതയോടുകൂടി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ നമ്മൾ ആലോചിക്കുന്നത് നമ്മളെ സംസ്കാരം തുടങ്ങിയിട്ട് എത്ര കാലം അല്ലെ? ആ നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടിയത് മുതൽ സലാം വീട്ടുന്നത് വരെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ അർത്ഥം നമുക്ക് അത് കൃത്യമായി അറിയാം എന്ന് പറയാൻ പറ്റുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഞാൻ ആരും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ ഒന്നല്ല, നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ചൊന്നും ഇങ്ങനെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടിയത് മുതൽ നമ്മൾ സലാം വീട്ടുന്നത് വരെ നമ്മൾ നമ്മുടെ റബ്ബിനോട് സംസാരത്തിലാണ്, മുനാജാത്തിലാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നുണ്ട്, റബ്ബ് നമുക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചോദിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് പോലും അറിയില്ലെങ്കിൽ ആ നമസ്കാരം നാളെ പരലോകത്ത് റബ്ബ് സ്വീകരിക്കുമോ എന്ന ഒരു ഭയം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ? പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ? അല്ലല്ലോ. നമസ്കാരത്തിന്റെ ഗൈഡ് നമ്മളൊന്ന് വിചാരിച്ചാൽ അതിന്റെ മുഴുവൻ പ്രാർത്ഥനകളും അതിന്റെ അർത്ഥസഹിതം പഠിക്കാൻ പറ്റുന്ന സംവിധാനം നമ്മുടെ കയ്യിൽ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ അത് ജീവിതത്തിൽ പലപ്പോഴും അതിന് നമ്മൾ സമയം കൊടുത്തിട്ടില്ല, നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല എന്നതാണ് കാരണമെങ്കിൽ നമുക്ക് റബ്ബിന്റെ മുമ്പിൽ കാരണം പറയാൻ പറ്റുമോ? പടച്ചോനെ, ഞാൻ നിസ്കരിച്ച നിസ്കാരങ്ങളുടെ ഒന്നും അർത്ഥം പഠിക്കാൻ എനിക്ക് ജീവിതത്തിൽ സമയം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ എനിക്കത് പഠിക്കാനുള്ള അവസരം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നമുക്ക് പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കുക. ഞാൻ പറഞ്ഞത് അർത്ഥമറിയാത്ത നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ ബാത്തിലാണ് എന്ന അഭിപ്രായം നമുക്കില്ല. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഇത്രയും കാലം നമസ്കരിച്ചിട്ടും ആ നമസ്കാരത്തിലെ ഒരു പ്രാർത്ഥന എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ നമുക്കൊരു ഇഖ്ലാസോടുകൂടി അത് ജീവിതത്തിൽ നിർവഹിക്കാൻ പറ്റുക? അപ്പൊ നമ്മൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം. ഇത്രയും കാലം നമ്മൾ ജീവിതത്തിൽ നിർവഹിച്ച നമസ്കാരങ്ങൾ, അതിൽ പാകപ്പിഴവുകൾ ഉണ്ടാകും, മനുഷ്യരാണ്. എല്ലാവർക്കും അതിന്റെ പൂർണ്ണമായ പ്രതിഫലത്തിലേക്ക് എത്തുന്ന ഒരു കർമ്മവും ജീവിതത്തിൽ ചെയ്യാൻ ഒരു പക്ഷേ സാധിക്കണമെന്നില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ എന്ത് ചെയ്യണം? അത് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഒരു നിസ്കാരം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ഒരു കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ, പഠിച്ചോനെ ഇതിലെ തെറ്റുകളൊക്കെ പുറത്തു വന്ന് ഇത് സ്വീകരിക്കണേ റബ്ബേ എന്നൊരു പ്രാർത്ഥന ജീവിതത്തിൽ അതിനോട് ചേർത്ത് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിൽ അറിയാതെയും അറിഞ്ഞുമൊക്കെ സംഭവിച്ചു പോയ ഇബാദത്തുകളുടെ പിഴവുകൾ അല്ലാഹു പുറത്തു നൽകട്ടെ. ഇനി ഏറ്റവും നല്ല രൂപത്തിൽ അത് സ്വീകരിക്കാനോ അത് നിർവഹിക്കാനോ അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ മരിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് അല്ലാഹ് ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളാകാൻ, അതിൽ നമ്മളൊരു ആസ്വാദനം കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്.
അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് ജീവിതത്തിൽ ആ നമസ്കാരങ്ങളും ആ ഇബാദത്തുകളൊക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ മനസ്സിന്റെ വേദന ഉണ്ടാകുക, അല്ലെ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തു അതൊരു ദിവസം അങ്ങ് കാണാതായി പോയാൽ അതിന്റെ പേരിൽ നമ്മൾ അടിക്കുന്ന ടെൻഷൻ എത്രയായിരിക്കും? അല്ലെങ്കിൽ നമ്മൾ തുടച്ചു മിനിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു സാധനം അത് ജീവിതത്തിൽ പെട്ടെന്നൊരു ദിവസം നശിച്ചു പോയാൽ നമ്മൾ പലപ്പോഴും അതിന്റെ പേരിൽ വല്ലാത്തൊരു മാനസികമായ പ്രയാസം അനുഭവിക്കും. ഇതുപോലെയാകണം ഒരു നമസ്കാരം ജീവിതത്തിൽ അതിന്റെ സമയമായിട്ട് നമുക്ക് നിർവഹിക്കാൻ പറ്റാതെ പോകുമ്പോൾ അതിന്റെ പേരിൽ നമുക്കൊരു വിഷമമോ ഒരു മാനസികമായ ബുദ്ധിമുട്ടോ ഉണ്ടാകാറുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അപ്പോഴാണ് അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. മഹാനായ അനസ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. തുസ്തർ എന്ന് പറയുന്ന യുദ്ധത്തെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ അദ്ദേഹം വല്ലാതെ കരയുമെന്നാണ്. ഒരിക്കൽ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, അനസേ, നമ്മുടെ ജീവിതത്തിൽ വിജയിച്ച യുദ്ധമല്ലേ തുസ്തർ, പിന്നെ എന്തിനാണ് ആ യുദ്ധത്തിന്റെ പേര് കേൾക്കുമ്പോൾ താങ്കൾ വല്ലാതെ കരഞ്ഞു പോകുന്നത്? അദ്ദേഹം പറയുന്നൊരു വലിയ വാചകമുണ്ട്, സ്വഹാബത്തെ, തുസ്തർ യുദ്ധം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിജയം കിട്ടിയ യുദ്ധമാണ്. പക്ഷെ നിങ്ങൾക്കറിയുമോ, ജീവിതത്തിൽ ആദ്യമായും അവസാനമായും എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ സുബഹിയുടെ ജമാഅത്ത് നഷ്ടപ്പെട്ടത് ആ യുദ്ധത്തിന്റെ സമയത്തായിരുന്നു. ഞാൻ യുദ്ധം ചെയ്യുകയായിരുന്നു. ആ യുദ്ധം ചെയ്യുന്ന സമയത്ത് പ്രവാചകനും സ്വഹാബത്തും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ജമാഅത്തിൽ പങ്കെടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. നമസ്കാരം നഷ്ടപ്പെട്ടു എന്നല്ല അനസ് റളിയല്ലാഹു പറഞ്ഞത്. ജീവിതത്തിൽ ആദ്യമായും അവസാനമായും എൻ്റെ സുബഹിയുടെ ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടത് ആ യുദ്ധം നടക്കുന്ന ദിവസത്തിലായി. അതുകൊണ്ടാണ് ആ യുദ്ധത്തെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് എനിക്ക് നഷ്ടപ്പെട്ടു പോയ ജമാഅത്തിനെ കുറിച്ച്. അതുകൊണ്ടാണ് ആ യുദ്ധത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോകുന്നത് എന്ന് അനസ് റളിയല്ലാഹു തആല പറഞ്ഞെങ്കിൽ ജീവിതത്തിൽ അവരൊക്കെ ഇബാദത്തുകളെ കണ്ടത് അങ്ങനെയായി. നമ്മുടെ ജീവിതത്തിലും ആ ഒരു ദറജയിലേക്ക് എത്തിപ്പെടാനൊന്നും നമുക്ക് കഴിയില്ല, അത് സ്വഹാബത്താണ്. പക്ഷെ എങ്കിലും നമ്മൾ പരിശ്രമിക്കുക. അതോടൊപ്പം ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കുന്ന സ്ഥിരമായി ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഒരു നന്മ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അതിന്റെ പേരിൽ നമുക്കൊരു വേദന മനസ്സിന്റെ ഉള്ളിലെങ്കിലും ഒരു കുത്തലുണ്ടോ എങ്കിൽ അവിടെയാണ് അത് ആത്മാർത്ഥമായി നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തായി മാറുക. അല്ലെങ്കിൽ അതൊക്കെ കേവലം എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തു പോകുന്ന ഒരു പണി മാത്രമായി ജീവിതത്തിൽ അവസാനിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പരിശോധിക്കുക, നമ്മുടെ ഇബാദത്തുകൾ ആത്മാർത്ഥമാണോ എന്ന്. അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമത്തത്, നമ്മുടെ വ്യക്തി ജീവിതം അത് നമ്മെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തമാണോ എന്ന് നമ്മൾ പരിശോധിക്കുക. എല്ലാവരുടെ ഇടയിലും നമ്മൾ ഉഷാറായിരിക്കും, എല്ലാവർക്കും മുമ്പിലും നമ്മൾ നല്ല വ്യക്തിത്വമായിരിക്കും. പക്ഷേ നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ചെന്ന് നിൽക്കേണ്ടി വരുന്ന നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ, നമ്മുടെ ഒഴിവു സമയങ്ങളും നമുക്ക് കിട്ടുന്ന ജീവിതത്തിലെ ഫ്രീ ടൈമുകളും ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? അവിടെ നല്ലൊരു മാതൃകാ വ്യക്തിത്വമായി എനിക്ക് റബ്ബിന്റെ മുമ്പിൽ ഒരു മാനസികമായ പ്രയാസവുമില്ലാതെ ഞാനൊരു നല്ല മനസ്സിന്റെ ഉടമയാണെന്ന് പറയാൻ എനിക്ക് കഴിയുമോ എന്ന് നമ്മൾ നമ്മളെ കുറിച്ച് ആത്മപരിശോധന നടത്തണം. അല്ലെ, ഒഴിവ് സമയം കിട്ടുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ ഷോർട്സിന്റെയും റീൽസിന്റെയും ഒക്കെ കാഴ്ചകളുമായി ജീവിതത്തിൽ അങ്ങനെ വെറുതെ സമയം തൊലച്ച് കളയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടോ? അതല്ല ഉപകാരപ്പെടുന്നത് കേൾക്കാനും കാണാനും ഒക്കെ ജീവിതത്തിൽ നമ്മൾ തയ്യാറാകാറുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഹറാമായ കാഴ്ചകൾ കടന്നു വരാറുണ്ടോ? ഹറാമായ എന്തെങ്കിലുമൊക്കെ വിഹിതമല്ലാത്ത അവിഹിതങ്ങളുടെ വല്ല ബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? കുടുംബമില്ലാത്ത, ഭാര്യയില്ലാത്ത ഈ പ്രവാസ ലോകത്ത് ജീവിതത്തിൽ പലപ്പോഴും അള്ളാഹു ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ കുടുംബമോ ഭാര്യയോ അറിയാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളും അങ്ങനെയുള്ള വല്ല കോണ്ടാക്റ്റുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രഹസ്യമായി കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ നമ്മളെ കുറിച്ച് വിലയിരുത്തേണ്ട കാര്യങ്ങളാണ്. എല്ലാവരുടെ മുമ്പിലും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഏറ്റവും വലിയ അള്ളാഹുവിന്റെ മുമ്പിലെ പാപി എന്ന് പറയുന്നത് ദുൽവജ്ഹി, അവൻ രണ്ട് മുഖമുള്ളവനാണ്. ഒരു വിഭാഗത്തിന്റെ അടുത്ത് അവൻ നല്ല ഒരു മുഖമായിരിക്കും, മറ്റൊരു വിഭാഗത്തിന്റെ അടുക്കൽ അവൻ മോശപ്പെട്ട ഒരു വിഭാഗമായിരിക്കും. ഇത്തരം നന്മയുടെ കൂടെ വരുമ്പോൾ നല്ല വ്യക്തിയായിട്ടും ആരുമില്ലാത്ത, ആരും ജീവിതത്തിൽ ശ്രദ്ധിക്കാനില്ലാത്ത, അറിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അവരുടെ കൂടെ തോന്നിവാസത്തിനും
അവൻ കൂട്ടുനിൽക്കുന്നവനായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആളുകൾ അവരിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. നമുക്കെല്ലായ്പ്പോഴും ഒരു വ്യക്തിത്വമാകണം. നമ്മളെല്ലായ്പ്പോഴും നന്മയുടെ മുഖമായിട്ടായിരിക്കണം ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ രഹസ്യമാണെങ്കിലും പരസ്യമാണെങ്കിലും അതിലെല്ലാം അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയായി മാറാൻ ജീവിതത്തിൽ നമ്മൾ പരിശ്രമിക്കുക എന്നതാണ്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതുമായ കാര്യങ്ങളെ അത് മരിക്കുന്നത് വരെയും ജീവിതത്തിൽ നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇത്തരം ഹറാമുകളായ കാഴ്ചകളിലേക്കും അവസ്ഥകളിലേക്കും നമ്മൾ എത്തിപ്പെടാതിരിക്കാനുള്ള ഒന്നാമത്തെ സുരക്ഷ എന്ന് പറയുന്നത് ഈ ഒരു സംവിധാനം തന്നെയാണ്. ഈ ഒരു നന്മയുടെ കൂടെ നമ്മൾ നിലനിൽക്കുക. എന്നാണോ ഈ നന്മയുടെ ഭാഗത്ത് നമ്മൾ തെറ്റിപ്പോകുന്നത്, പിശാച് നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മൾ എത്ര കാലമാണോ ഈ ലോകത്ത്, ഈ പ്രവാസ ലോകത്ത്, അല്ലെങ്കിൽ ഈ ഒരു നന്മയുടെ ആളുകളായി ജീവിക്കുന്നത്, അവിടെ അള്ളാഹുവിന്റെ ഒരു സുരക്ഷ നമുക്കുണ്ടാകും, ഒരു സംരക്ഷണം നമുക്കുണ്ടാകും. കാരണം നമ്മൾ പഠിക്കുന്നത് അവന്റെ കലാമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വരുമ്പോൾ റബ്ബതിന് പരിഹാരം ഉണ്ടാക്കി തരും. കാരണം നമ്മൾ അവന്റെ ദീനിന്റെ സഹായികളാണ്. അത് ജീവിതത്തിൽ നിലനിർത്തി മുന്നോട്ട് പോകുക. അതോടൊപ്പം നമ്മൾ ദഅവത്തിന്റെ മേഖലയിൽ കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കേവലം ഇങ്ങനെ പഠിച്ചു മനസ്സിലാക്കിയും നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ ജീവിതം അങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതല്ല. ഈ ഇസ്കാന്റെ പ്രദേശത്ത് എത്രയോ മലയാളികൾ ഇനിയുമുണ്ട്, എത്രയോ മുസ്ലിമീങ്ങൾ ഇനിയുമുണ്ട്, എത്രയോ ആളുകൾ അല്ലാഹുവിന്റെ ദീൻ പഠിക്കാൻ അവസരമില്ലാത്ത, അല്ലെങ്കിൽ ഈ അവസരത്തെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത ആളുകളുണ്ട്. അവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി അല്ലാഹു നമ്മളെയാണ് ഏൽപ്പിച്ചത്. നമ്മുടെ കമ്പനിയിൽ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരിൽ, നമ്മുടെ റൂംമേറ്റുകളിൽ മുസ്ലിമായി നമസ്കാരം പോലും ജീവിതത്തിൽ പലപ്പോഴും കൃത്യമായി നിർവഹിക്കാത്ത ആളുകളുണ്ട് എങ്കിൽ കേവലം ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി അങ്ങ് ജീവിച്ചാൽ മതിയല്ലോ, ഞാൻ എൻ്റെ സ്വർഗത്തിലേക്ക് പോയാൽ പോലെ, ബാക്കിയുള്ള ആളുകളുടെ കാര്യം ഞാൻ എന്തിനാ നോക്കുന്നത് എന്ന നിലപാട് ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കൂടെയുള്ളവരും നാളെ റബ്ബിന്റെ സ്വർഗത്തിൽ ഉണ്ടാകണം. ആ ഒരു നസീഹത്തോടു കൂടി ഒരുപക്ഷെ നമ്മൾ വിളിക്കാത്തതായിരിക്കാം അയാളുടെ ജീവിതത്തിൽ അയാൾ നമസ്കാരം തുടങ്ങാത്തതിന്റെ കാരണമെങ്കിൽ, അല്ലെ, അതിന്റെ ഒരു കുറ്റം നമുക്കുണ്ടാകും. ഇത്രയും കാലം നമ്മൾ കൃത്യമായിട്ട് നിസ്കരിച്ചു, പക്ഷെ കൂടെ തൊട്ടപ്പുറത്ത് കടന്നുറങ്ങുന്ന നമ്മുടെ സഹോദരനെ നമ്മൾ വിളിക്കാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ നമസ്കാരത്തിന്റെ ഗൗരവം നമ്മൾ ഒരിക്കൽ പോലും അയാളോട് പറഞ്ഞു കൊടുക്കാത്തതിന്റെ പേരിലാണ് അയാൾ ഇന്നും പള്ളിയിലേക്ക് കൃത്യമായി പോകാത്തതെങ്കിൽ ഒരുപക്ഷെ അതിന്റെ ഒരു കുറ്റം നമുക്ക് കൂടി വരുമോ എന്നത് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുക. എല്ലാവരെയും നിർബന്ധിച്ച് ദീനിന്റെ ഭാഗമാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് ഫദക്കിർ, അല്ലാഹു പോലും ഖുർആനിൽ അല്ലാഹു റസൂലിനോട് പറഞ്ഞത് ഫദക്കിർ, താങ്കൾ ഉത്ബോധിപ്പിക്കുക. ഇന്നമാ അൻത മുദക്കിർ, താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാണ്. സ്വീകരിച്ചോ സ്വീകരിച്ചില്ലേ അത് നമ്മുടെ കാര്യമല്ല, അത് റബ്ബാണ് ഒരാൾക്ക് തൗഫീഖ് കൊടുക്കേണ്ടത്. പക്ഷേ ജീവിതത്തിൽ ആ നന്മ എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, ഇങ്ങനെ ഒരു നന്മയുണ്ട്, അതിലൊന്ന് ഒരു തവണയെങ്കിലും എൻ്റെ കൂടെ ഒന്ന് വരണം എന്ന് പറഞ്ഞ് അയാൾ ഈ സദസ്സിലേക്ക് ഒന്ന് എത്തിയാൽ ഒരുപക്ഷെ നമ്മൾ വിളിച്ച വിളിയായിരിക്കാം പിന്നീട് ജീവിതത്തിൽ അയാൾക്കുണ്ടാകുന്ന മാറ്റത്തിന്റെ കാരണം. അതുകൊണ്ട് നന്മകൾക്ക് തുടക്കം കുറിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ മരണപ്പെട്ടാലും നമ്മൾ വിളിച്ചു കൊണ്ടുവന്ന ഒരാൾ ഈ ഒരു സദസ്സിൽ പങ്കെടുത്ത് അയാൾ ജീവിതത്തിൽ എത്ര പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും ആശയങ്ങളുമാണോ പഠിക്കുന്നത്, അതിന്റെ എല്ലാം ഒരു പ്രതിഫലം നമ്മളെ വിളിച്ചു കൊണ്ടുവന്നതിന് റബ്ബ് നമുക്ക് നൽകുമെന്ന ആരാണോ ഒരാൾക്കൊരു നന്മ അറിയിച്ചു കൊടുക്കുന്നത്, അത് അയാൾ എത്ര കാലമാണോ ജീവിതത്തിൽ നിർവഹിക്കുന്നത്, അതിന്റെ എല്ലാം പ്രതിഫലം ഈ അറിയിച്ചു കൊടുത്തവനുണ്ടാകും. ഈ അറിയിച്ചു കൊടുത്തവൻ ഖബറിൽ കടന്നാലും ഉപകാരപ്പെടുന്ന അറിവിന്റെ മേഖലകളാണ് റസൂൽ പറഞ്ഞത്. അവൻ മരിച്ച് ഖബറിലാണെങ്കിലും എത്ര കാലമാണോ ഈ മനുഷ്യൻ അവൻ പഠിപ്പിച്ച നന്മ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത്, അവൻ ചെയ്യുന്ന അതേ നന്മയുടെ പ്രതിഫലം ഇവന്റെ ഖബറിലേക്കും എത്തിക്കൊണ്ടിരിക്കുമെന്നാണ്. അതുകൊണ്ട് മുറിഞ്ഞു പോകാത്ത പ്രതിഫലത്തിന്റെ അവസരങ്ങളാണ് ഇത്തരത്തിലുള്ള ദഅവത്ത് എന്ന് പറയുന്നത്. അതിൽ കൂടി നമ്മൾ ജീവിതത്തിൽ ഒരു ശ്രദ്ധ കാണിക്കുക. ഇങ്ങനെ അല്ലാഹ് ഇഷ്ടപ്പെടുന്ന നല്ല വിശ്വാസികളായി, നല്ല ആബിദുകളായി, ഇബാദത്ത് ചെയ്യുന്നവരായി, നല്ല അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്കുള്ള ദഅവത്ത് നടത്തുന്ന ദാഇമാരായി ജീവിതത്തിൽ ജീവിക്കുന്ന കാലം അത്രയും നന്മയുടെ കൂടെ സഞ്ചരിക്കാൻ നാം പരിശ്രമിക്കുക. അതിനുവേണ്ടി നമ്മൾ ജീവിതത്തിൽ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ എല്ലാവിധ നന്മകൾക്കും തൗഫീഖ് നൽകുന്ന
നല്ല വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ സംഭവിച്ചു പോയ തിന്മകൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. മരിക്കുന്നത് വരെയും ഈ ഒരു നന്മയുടെ കൂടെ പരിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കളായി ജീവിതത്തിൽ സ്ഥിരം മുടങ്ങാതെ ഇതിൽ പങ്കുചേരുന്ന കണ്ണികളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ നമ്മുടെ കുടുംബത്തെയും അല്ലാഹു അവന്റെ ഉന്നതമായ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.